ഇന്ന് നമുക്ക് പ്രണയ സൗധത്തിനെ പറ്റി സംസാരിക്കാം. പ്രണയ സൗധം എന്ന് പറയുമ്പോൾ മിക്കവരും കരുതും ഇന്ന് പറയുന്നത് താജ്മഹലാണ്, അല്ലെങ്കിൽ ഷാജഹാനാണ്, മുംതാസാണ്. അല്ല, ഇവരാരുമല്ല. ഇന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഒരു 100 രൂപ നോട്ട് കയ്യിൽ കിട്ടിയേ. ഇതിൽ കണ്ടോ, ഇതാണ് റാണി കി വാവ് അല്ലെങ്കിൽ റാണിയുടെ കിണർ എന്ന നിർമ്മിതി. ഗുജറാത്തിലെ പഥാൻ നഗരത്തിലുള്ളതാണ്. ഇതിനുള്ള പ്രത്യേകത, ഇതൊരു അനശ്വര പ്രണയത്തിന്റെ പ്രതീകമാണെന്ന് പറയാം. നമ്മുടെ താജ്മഹൽ പ്രണയത്തിന്റെ പ്രതീകമാണെന്ന് അറിയപ്പെടുന്നുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഈ പറയുന്ന റാണി കി വാവ് ഒരു അനശ്വര പ്രണയത്തിന്റെ പ്രതീകം തന്നെയാണെന്ന് പറയാം. കാരണം സോളങ്കി രാജവംശത്തിലെ രാജാവായിട്ടുള്ള ഭീം ദേവിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പത്നി ഉദയമതി റാണിയാണ് ഇത് പണി കഴിപ്പിച്ചത്. 11ാം നൂറ്റാണ്ടിലായിരുന്നു സംഭവം. അങ്ങനെ പണി കഴിപ്പിച്ചതിന് ശേഷം ഇതിനുള്ളിൽ ഒരുപാട് നിഗൂഢതകളുണ്ട് കേട്ടോ. അതിനുള്ളിലേക്ക് കടക്കും തോറും, അടിത്തട്ടിലേക്ക് പോകും തോറും നമുക്ക് പഴയ കാലങ്ങളിലുള്ള ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. നിർമ്മിതിയുടെ രഹസ്യമായിരിക്കാം, അല്ലെങ്കിൽ വെറും കഥയായിരിക്കാം, അറിയില്ല. അതുപോലെ ഒരുപാട് ശില്പങ്ങൾ കൊത്തിവെച്ചതിന്റെ കൂടെ അതിൽ രാജാവിന്റെ മുഖം കൂടെ കൊത്തിവെച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ എന്തുകൊണ്ട് എല്ലാവരും ഭൂമിക്ക് മേലെ കെട്ടിപ്പൊക്കുമ്പോൾ എന്തിനാണ് റാണി ഭൂമിക്കടിയിലേക്ക് പോയത് എന്ന ചോദ്യത്തിന് ഉള്ള ഉത്തരം, സാധാരണ ലിറ്ററലി പറയുന്ന ഉത്തരം ഇതാണ്: എത്രത്തോളം താഴേക്ക് പോകും തോറും, മീൻസ് മണ്ണിനടിയിലേക്ക്, നമ്മുടെ ശരീരം എത്രത്തോളം മണ്ണിനടിയിലേക്ക് പോകുന്നു അത്രത്തോളം ജലത്തിന്റെ ആഴത്തിൽ വരെ പോയാലും അദ്ദേഹത്തിന്റെ സ്മരണകൾ റാണിയിൽ നിന്ന് വിട്ടുപോകില്ല എന്ന് കാണിക്കാൻ കൂടിയാണത്രേ ഇങ്ങനെയുള്ള ഒരു കിണർ പണിതത്.